ഒരു പഴയ കണ്ണാടി കിട്ടിയതല്ല, പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സംഭവമില്ലേ, അതിൻ്റെ അകത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് ഫാമിലി വിൽക്കാൻ വേണ്ടി ഇട്ടതാണ് ഈ പഴയ കണ്ണാടി. വില 5 പൗണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയാണ് ഇത് മേടിച്ചത് പുള്ളിയുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചങ്ങാതി ഈ കണ്ണാടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, വെറുതെ റഫായിട്ട് എന്തെങ്കിലും ഒരു പെയിന്റ് അടിച്ചു തരാമോ, കാരണം ഒരു പഴയ കണ്ണാടി അല്ലേ ഇത്, ഇപ്പോൾ വീട്ടിൽ വെക്കുമ്പോൾ ഒരു തിരുമനയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും. കണ്ണാടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കും ഒരു രസം. എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് ഈ കണ്ണാടിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്നുള്ളൊരു ആഗ്രഹം വന്നു, ഒരു ത്വര. എന്നാൽ പിന്നെ കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാടി പുള്ളി വീട്ടിൽ കൊണ്ടു തന്നിട്ട് പോയി. ഈ കണ്ണാടിക്ക് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. മാത്രമല്ല എത്ര പേര് ഇത് കൈമറിഞ്ഞ് വന്നതാണെന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്, ഞാനത് വഴിയേ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ ഫ്രെയിം ഒരു മരത്തിൻ്റെ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മൊത്തം വെള്ളയായിട്ടിരിക്കണേക്കാളും ഭേദമായിരിക്കും. ഇവിടെ UK-യിൽ വിദേശികളായാലും ഇവിടുത്തെ സ്വദേശികളായാലും നല്ലൊരു ശതമാനം ആൾക്കാരും ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അറിയപ്പെടുന്ന ഒരു സൈറ്റാണ് OLX. ഇവിടെ UK-യിൽ OLX ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആരും തന്നെ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ OLX സൈറ്റ് വിൽക്കാനും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സൈറ്റ് നമുക്ക് ഇവിടുന്ന് തുറക്കാൻ പറ്റും. ഞാൻ തുറന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കാനും മേടിക്കാനും ഒക്കെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ഒന്നുകിൽ ഇതേപോലെയുള്ള സൈറ്റുകളുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആശ്രയിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മാർക്കറ്റ് പ്ലേസ്. ഈ കണ്ണാടി കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്താണ്. കണ്ണാടി മാത്രമല്ല, കസേര, മേശ, പാത്രങ്ങൾ, പഴയ ഉടുപ്പുകൾ, പഴയ ചെരുപ്പുകൾ, സൈക്കിള്, പട്ടി, പൂച്ച, സെക്കൻഡ് ഹാൻഡ് കാറുകളും സെക്കൻഡ് ഹാൻഡ് വീടുകളും വരെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് വഴി നമുക്ക് മേടിക്കാനും പറ്റും, വിൽക്കാനും പറ്റും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ വീട്ടിൽ നിന്ന് കളയാനുള്ളത്, അതായത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാമേജ് ആവാത്ത ഈ മേശ, കസേര, സൈക്കിള് അങ്ങനെയുള്ള വലിയ വിലയില്ലാത്ത സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അവർ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ച് അതിൻ്റെ അകത്ത് പരസ്യം ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട് എവിടെയാണോ വണ്ടിയായിട്ട് പോവുക, ആ സാധനം എടുത്തുകൊണ്ട് പോരുക. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അവരുടെ ആവശ്യം അവരുടെ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അവർക്ക് വേറെ പുതിയത് മേടിക്കാനായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, പിന്നെ ഇവിടെ UK-യിൽ ഈ പറയുന്ന മാർക്കറ്റ് പ്ലേസും മറ്റു സൈറ്റുകൾ, ഈ സെക്കൻഡ് ഹാൻഡ് സൈറ്റുകളൊക്കെ നല്ല ബിസിനസ് നടക്കുന്ന സൈറ്റുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് സൈറ്റിൽ ഇട്ടേക്കാണ്, മാർക്കറ്റ് പ്ലേസോ എവിടെയെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ആരെങ്കിലും പോയിട്ട് ആ കട്ടിൽ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ അത് നമ്മുടെ സ്വന്തമാണ് ആ കട്ടിൽ. പിന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ അതിനെ ഈ പറയുന്ന സൈറ്റുകളിലിട്ട് വിൽക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം മേടിച്ചിട്ട് കുറച്ചും കൂടെ പൈസ കൂട്ടി വീണ്ടും അതിനെ വിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ പണി ഏതാണ്ട് പൂർത്തിയായി. ഇപ്പോൾ ഈ കണ്ണാടിയുടെ കാര്യം തന്നെ എടുക്കുക. ഒരു 5 പൗണ്ടിന് മേടിച്ച കണ്ണാടി ഇനി ഇതിനെ ഒന്നുകൂടി നമ്മൾ ഇതേപോലെയുള്ള ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഒരു 45 പൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരുണ്ടാവും. ഞാനിതിൽ അടിച്ചിരിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ്. അപ്പോൾ കൂടി പോയി എനിക്കൊരു 2 പൗണ്ട് ആ പെയിൻറ്റിന് എല്ലാവരും കൂടിയിട്ട് 2 പൗണ്ട് ചിലവ് വന്നിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. എങ്ങനെ പോയാലും ലാഭം തന്നെ. ഇതാകണ്ട കോലം കെട്ട ആ പഴയ കണ്ണാടീനെ ഏതാണ്ട് ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ണാടി പുള്ളിക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പുള്ളി അത് പുള്ളിയുടെ വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പെയിൻ്റ് അടിച്ചു, ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായി. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സൈറ്റുകൾ അതൊന്നും അല്ലാതെ അതിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു സംവിധാനം ഇവിടെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ UK-യിലെ ഓരോ കാര്യങ്ങൾ. ഇത് ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം. വലിയ കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സന്തോഷം. കണ്ണാടിയുടെ ഉടമസ്ഥൻ വന്നു, പുള്ളി വെരി ഹാപ്പി, കണ്ണാടി മേടിച്ചുകൊണ്ട് പോയി. ഓക്കെ, ശരി, എന്നാൽ വീണ്ടും കാണാം, മറ്റൊരു വീഡിയോയുമായി വരാം.